ചെർപ്പുളശ്ശേരി നഗരത്തിലെ ബസ് ഗതാഗത ക്രമീകരണം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനദ്രോഹ ഗതാഗത പരിഷ്കാര നടപടികൾ ഉടൻ തിരുത്തുക, ചെർപ്പുളശ്ശേരി ടൗണിലെ ബസ് യാത്രാക്ലേശം പരിഹരിക്കുക, ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് സൗജന്യ യാത്രയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ.പി. നന്ദകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അറിയാൻ വേണ്ടി പറയുകയാണ്, ഒരു വികസന പദ്ധതിക്കും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. കാലാകാലങ്ങളായി നാടും നഗരവും മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ജീവിത സൗകര്യം മാറ്റുന്നതനുസരിച്ചുള്ള കാലാനുസൃതമായ വികസന പദ്ധതികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഏതു കാലത്തും അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത് നഗരസഭ ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, സംസ്ഥാന തലത്തിലായിക്കോട്ടെ, ഏതു തരത്തിലും ഒരു വികസന പദ്ധതിക്ക് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. പക്ഷെ ആ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള വികസനമായി പോകും. ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ഈ ചെർപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡ് പൊളിച്ച ആളുകൾ ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. അതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡ് പൊളിക്കാൻ ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അനുകൂല നിലപാടെടുത്തത്. നമുക്കറിയാം, ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ച, ഒരു കെട്ടിടം പൊളിച്ച, ഇന്ന് പൊളിച്ച നാളെ ഒന്നും നേരാക്കാൻ പറ്റില്ല. അപ്പൊ പൊളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇവരിവിടെ ബസ് വരുന്നത് നിർത്തി. ബസ് തൊട്ടടുത്ത കൂട്ടനാൽക്കൽ ക്ഷേത്രത്തിന്റെ അവിടെ നിർത്തി. അവിടുന്ന് ഇങ്ങോട്ട് ആളുകൾ നടക്കണമെന്നാണ് പറയുന്നത്. നഗരസഭ ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു. സൗജന്യമായി, ഇവിടെ നേരത്തെ മുദ്രാവാക്യം വിളിച്ചതനുസരിച്ച് സൗജന്യമായി ആ കാവ് പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡ് വരെ ഫ്രീ ആയിട്ട് ട്രിപ്പ് ഷട്ടിൽ അടിക്കാന്നാണ് പറഞ്ഞത്. ബസ് സ്റ്റാൻഡ് ടു ബസ് സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് യാത്രാ സൗകര്യം നടത്താനുള്ള സൗകര്യം ഇവിടെ നഗരസഭ ഒരുക്കുമെന്ന് ഈ ചെർപ്പുളശ്ശേരിയിലെ മുഴുവൻ ആളുകളെയും സാന്നിധ്യത്തിൽ ഇവിടുത്തെ നഗരസഭ അധികൃതർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ആ വാഗ്ദാനം ആദ്യം പാലിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ബിജെപി ജില്ലാ കമ്മിറ്റി അംഗവും കൗൺസിലറുമായ പി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. കാറൽമണ്ണ ഏരിയ പ്രസിഡന്റ് വിപിൻ പുളിങ്ങര അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, സംസ്ഥാന കൗൺസിൽ അംഗം കെ ഹരിദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി കൃഷ്ണകുമാർ, വിനോദ് കണ്ണാട്ടിൽ, ചെർപ്പുളശ്ശേരി ഏരിയ നേതാക്കളായ കെ രാജീവ്, കെ മുരളി, കെ വിനീഷ് എന്നിവർ സംസാരിച്ചു. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. ഒരു പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.